നിറമങ്ങി ആലപ്പുഴയിൽ CPM സംസ്ഥാന സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ VS പിണറായി പോര മറനീക്കി പരസ്യമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിൽ പൊതുചർച്ചയ്ക്കിടെ VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയത് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കി. പ്രവർത്തന റിപ്പോർട്ടിലും പൊതുചർച്ചയിലും VSനെതിരെ രൂക്ഷ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് പാർട്ടി ദേശീയ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനോട് താൻ ഇറങ്ങുന്നുവെന്ന് പറഞ്ഞ VS സമ്മേളനവേദിയിൽ നിന്നും പുന്നപ്രയിലെ സ്വവസതിയായ വേലിക്കകത്ത് വീട്ടിലേക്ക് മടങ്ങിയത്. പണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മുകളിൽ വളർന്നാൽ വെട്ടിക്കളയണമെന്ന് തുടങ്ങി നിശിതമായ ഭാഷയിൽ പ്രതിനിധികളിൽ ചിലർ VSനെ പൊതുചർച്ചയിൽ വാക്ഷരങ്ങൾ കൊണ്ട് വളഞ്ഞിട്ടു വെട്ടി. ചർച്ചയ്ക്കിടെ ഇറങ്ങിപ്പോയ VSനെ ഫോൺ മുഖാന്തരം പല നേതാക്കളും ബന്ധപ്പെട്ടു. തനിക്കെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശരവേഗത്തിൽ തയ്യാറാക്കിയ പ്രമേയം പിൻവലിക്കണമെന്ന് തുടങ്ങി. വിഷയത്തിൽ PB ഇടപെടണമെന്ന നിർദ്ദേശം വരെ അച്യുതാനന്ദൻ പാർട്ടിക്ക് മുന്നിൽ നിബന്ധനകളായി വെച്ചു എന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. VSന്റെ ഇറങ്ങിപ്പോക്ക് സംബന്ധിച്ച് പൊതുചർച്ച നടന്ന ശനിയാഴ്ച ഉച്ചയ്ക്ക് അടിയന്തര പോളിറ്റ് ബ്യൂറോ കൂടുകയും VSനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പുന്നപ്രയിലും സമീപ പ്രദേശങ്ങളിലും VSനെ അനുകൂലിച്ച് ലഘുലേഖകളും മുദ്രാവാക്യ വിളികളും ഉയർന്നു. അതേസമയം സമ്മേളന പരിപാടികൾ വിശദീകരിച്ച പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ കളറോട് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ വാർത്താസമ്മേളനം നടത്തി. മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പാടെ നിഷേധിക്കുകയായിരുന്നു അദ്ദേഹം. വിവാദങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. VS ഇന്ന് രാവിലെ 9:30 മണിക്ക് തന്നെ സമ്മേളന ഹാളിൽ വന്നിരുന്നു. ഒരു 11:15 ടീ ബ്രേക്ക് വരുന്ന സമയം വരെ VS അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊന്ന് പുറത്തു പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോയിട്ടുള്ളത്. പറയാതെ പോയതല്ല, അവിടെ അറിയിച്ചിട്ട് പോയതാണ്. അല്ല, അതിപ്പോൾ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമ്മേളന നടപടികൾക്ക് ശേഷം അത് സംബന്ധിച്ച് അന്വേഷിക്കും. സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിനിടയിൽ അവിടെ പോയി ബന്ധപ്പെടാൻ കഴിയില്ല. അല്ല, പാർട്ടി അച്ചടക്കം കർശനമായി കാത്തു സൂക്ഷിക്കണം. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ തത്വം കാത്തു സൂക്ഷിക്കണം. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനവും അനുവദിക്കാൻ പാടില്ല എന്നുള്ള ശക്തമായിട്ടുള്ള അഭിപ്രായമാണ് ഡെലിഗേഷൻ സഖാക്കൾ ഉന്നയിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഇതുവരെ പ്രകടിപ്പിച്ച എല്ലാ സഖാക്കളും ഒരേ രീതിയിലാണ് അത് സംബന്ധിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള നിലയിലല്ല ചർച്ച കേന്ദ്രീകരിക്കുന്നത്. അച്ചടക്കമുള്ളൊരു പാർട്ടിക്ക് മാത്രമേ ജനങ്ങളെ നയിക്കാൻ കഴിയുള്ളൂ. അച്ചടക്കമുള്ളൊരു പാർട്ടിക്ക് മാത്രമേ ഇലക്ഷനിൽ ജയിക്കാൻ കഴിയുള്ളൂ. അച്ചടക്കമുള്ളൊരു പാർട്ടിക്ക് മാത്രമേ വിപ്ലവം നടത്താനും കഴിയൂ. അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം പാർട്ടി അച്ചടക്കം പരമപ്രധാനമാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നടപടികളും ആരുടെ ഭാഗത്തും അനുവദിക്കാൻ പാടില്ല എന്ന ശക്തമായ അഭിപ്രായം തന്നെയാണ് പ്രതിനിധി സഖാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആർക്കും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാനും സംസാരിക്കാനും ഇപ്പോഴും സാധിക്കുമല്ലോ. അത് സ്വാഭാവികമായിട്ടും ബന്ധപ്പെടാൻ കഴിയുന്നവരും സംസാരിക്കാൻ കഴിയുന്നവരും ഒക്കെ ഞങ്ങളോടൊക്കെ സംസാരിക്കുന്നത് പോലെ അദ്ദേഹമായിട്ട് സംസാരിക്കും. അതിലെന്താണ് തെറ്റ്? ഞങ്ങളോട് പല ആളുകളും പല കാര്യങ്ങളും സംസാരിക്കുന്നില്ല, അതുപോലെ VSുമായിട്ട് സംസാരിക്കുമല്ലോ. അല്ലാതെ അച്ചടക്ക ലംഘനമാണോ എന്നുള്ളത് പാർട്ടി പരിശോധിക്കാം. ആ പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്ത കാര്യമാണെന്നുള്ള പാർട്ടിയാണല്ലോ പരിശോധിക്കേണ്ടത്. ഒരാൾ ഒരു സമ്മേളന സ്ഥലത്ത് നിന്ന് കുറച്ച് സമയം മാറി നിൽക്കുന്ന ഒരു അച്ചടക്ക ലംഘനമായിട്ട് പാർട്ടി കാണാറില്ല. അത് പറഞ്ഞിട്ട് പോയതാണിപ്പോൾ. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ VSന് തന്നെ പറയാൻ കഴിയും. അങ്ങനെ പറയാൻ പറ്റാത്ത ഒരാളല്ല VS പ്രതിഷേധിച്ചാണ് ചർച്ചയ്ക്കിടെ ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞിട്ടില്ല. സമ്മേളനശേഷം ഇതേക്കുറിച്ച് അന്വേഷണം നടത്തും. ഈ കാര്യത്തിൽ യോഗം ചേർന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പാർട്ടി അച്ചടക്കവും സംഘടനാതത്വവും എല്ലാവരും കാത്തുസൂക്ഷിക്കേണ്ടതാണ്. അതിന് വിരുദ്ധമായ നടപടികൾ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്നും കോടിയേരി പറഞ്ഞു. VSന്റെ കത്തിന്മേലുള്ള നിലപാട് മാത്രമാണ് CPM വ്യക്തമാക്കിയത്. VSനെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ പ്രമേയം തെറ്റാണെങ്കിൽ PB തിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. പൊതുചർച്ച ഒരു വ്യക്തിക്ക് എതിരല്ലെന്നും ഒരാളെ പോലും നഷ്ടപ്പെടുത്താൻ പാർട്ടി അനുവദിക്കില്ലെന്നും മറിച്ച് കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്യുമ്പോഴാണ് VS പാർട്ടി വിട്ടു പോകുമെന്ന തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും VS പാർട്ടിയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം തന്നെ അസംബന്ധമാണെന്നും VS CPMൽ തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞ കോടിയേരി VS അനുകൂല പ്രകടനം അന്വേഷിക്കുമെന്നും കൂട്ടിച്ചേർത്തു.